വിഷയത്തിൽ രാഹുൽ മാങ്കുളത്തിൽ MLA പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ MP പ്രതികരണം ആ വിഷയത്തിൽ വന്നിരിക്കുന്നത്. ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്താനുണ്ട്, പക്ഷേ ചില കാര്യങ്ങളിൽ ചോദ്യങ്ങളിൽ നിന്നും ഒളിച്ചോടുന്ന ഷാഫി പറമ്പിൽ നമ്മൾ കണ്ടു. ഏറ്റവും പ്രധാനപ്പെട്ടത് MA ഷഹനാസ് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ അറിയിച്ചിരുന്നു രാഹുൽ മാങ്കുളത്തിനെതിരായ കാര്യങ്ങൾ എന്ന് പറഞ്ഞു. പക്ഷേ അതിന് ആ ചോദ്യത്തോട് കൃത്യമായ മറുപടി നൽകാൻ പക്ഷേ ഷാഫി തയ്യാറായില്ല. ഔദ്യോഗികമായിട്ട് തനിക്ക് ആ രീതിയിൽ കൃത്യമായ ചില നോട്ടിഫിക്കേഷൻ നടത്തിക്കൊണ്ടൊരു പരാതിയും തനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് ഷാഫി പറമ്പിൽ ചെയ്തത്. പക്ഷേ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചു, അത് വാട്സാപ്പ് ചാറ്റ് മുഖാന്തരം സൂചിപ്പിച്ചു എന്നൊക്കെ ഷഹനാസ് നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും അത്തരം കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തത വരുത്താൻ ഷാഫി പറമ്പിൽ ഈ ഘട്ടത്തിൽ തയ്യാറായിട്ടില്ല എന്നത് മാത്രം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, മുൻപൊരിക്കലും നടത്താത്ത രീതിയിലുള്ള ഒരു പ്രതികരണം ഇപ്പോൾ ഷാഫി പറമ്പിൽ ഈ വിഷയത്തിൽ നടത്തി എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നൽകിയത് സംഘടനാപരമായ പിന്തുണ മാത്രമാണ്, വ്യക്തിപരമായ പിന്തുണയല്ല എന്നാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ നടത്തിയിരിക്കുന്ന പ്രതികരണം. അത് ഏറ്റവും ശ്രദ്ധേയമാണ്. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ഈ വിഷയത്തിൽ ഈ രീതിയിലുള്ള ഒരു പ്രതികരണം ഷാഫി പറമ്പിലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. പക്ഷേ അപ്പോഴും നേരത്തെ ഷഹനാസ് ഉയർത്തിയ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താതെ പോവുകയും ചെയ്തു ഷാഫി പറമ്പിൽ എന്നുള്ളതാണ് ചേർത്ത് വായിക്കേണ്ടത്. അല്പസമയം മുൻപാണ് ഷാഫി പറമ്പിൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. തുടർച്ചയായ ചോദ്യങ്ങൾ ഉണ്ടായെങ്കിലും അതിനോടൊന്നും കൃത്യമായി പ്രതികരിക്കാൻ ഷാഫി പറമ്പിൽ ഈ ഘട്ടത്തിൽ തയ്യാറായിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. എന്തായാലും രാഹുൽ മാങ്കുളത്തിൽ വിഷയത്തിൽ പാർട്ടി ഒരു നടപടിയെടുത്തു. അത് എല്ലാ പാർട്ടി പ്രവർത്തകർക്കും ബാധകമാണ്, തനിക്കുൾപ്പെടെ അത് ബാധകമാണ്. ആ നടപടിയോട് പൂർണ്ണമായും ഒപ്പം ചേരുന്നു എന്നുകൂടി പറയുകയായിരുന്നു ഷാഫി പറമ്പിൽ MP. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത കൂടിയുണ്ട്. വളർന്നു വരുന്ന ഒരുപാട് ആളുകളുണ്ട് കോൺഗ്രസിന്റെ ഭാഗത്ത്, പ്രത്യേകിച്ചും യൂത്ത് കോൺഗ്രസിലൊക്കെ. അവർക്കും തന്റെ പിന്തുണയുണ്ട്, സംഘടനാപരമായ പിന്തുണ മാത്രമാണ് അത്. അതുപോലെ തന്നെ പിന്തുണ നൽകുകയായിരുന്നു താൻ രാഹുൽ മാങ്കൂട്ടത്തിലും ചെയ്തത് എന്ന രീതിയിലുള്ള ഒരു പ്രതികരണം ആദ്യമായി ഷാഫി പറമ്പിന്റെ ഭാഗത്തുണ്ടാകുന്നു. വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ഞാൻ ഒരു പിന്തുണയും നൽകിയിട്ടില്ല എന്നുകൂടി പറയുന്ന രീതിയിലേക്ക് ഷാഫി പറമ്പിലിന്റെ പ്രതികരണം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതികരണമായി മാറുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടിയിൽ നിന്നും നടപടി ഉണ്ടായതിന് പിന്നാലെയാണ് ഷാഫി പറമ്പിലിന്റെ പ്രതികരണം വന്നിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. പക്ഷേ നേരത്തെ MA ഷഹനാസ് ഉയർത്തിയ KPCCയുടെ സംസ്കാര സാഹിതി ജനറൽ സെക്രട്ടറിയായ ഷഹനാസ് ഉയർത്തിയ ആരോപണം, വെളിപ്പെടുത്തൽ, അതിനോട് കൃത്യമായി പ്രതികരിക്കാൻ ഷാഫി പറമ്പിൽ തയ്യാറായില്ല. ഈ കാര്യങ്ങൾ ഒക്കെ ഞാൻ ഷാഫി പറമ്പിലിനെ അറിയിച്ചിരുന്നു എന്നായിരുന്നു ഷഹനാസ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ വെളിപ്പെടുത്തൽ. പക്ഷേ അതിന് ഷാഫി പറമ്പിൽ പറഞ്ഞത് ഔദ്യോഗികമായി ആ രീതിയിലുള്ള പരാതി തനിക്കോ പ്രസ്ഥാനത്തിനോ സംഘടനയ്ക്കോ ലഭിച്ചിരുന്നില്ല എന്നാണ്. പക്ഷെ അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, ഈ കാര്യങ്ങൾ കൃത്യമായി ധരിപ്പിച്ചിരുന്നു, അത് സന്ദേശങ്ങൾ വഴി ധരിപ്പിച്ചിരുന്നു, ഫോണിൽ വഴി ധരിപ്പിച്ചിരുന്നു എന്ന് ഷഹനാസ് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതിന് കൃത്യമായി മറുപടി നൽകാതെ പോവുകയായിരുന്നു ഷാഫി പറമ്പിൽ ചെയ്തത്. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. മിഥില, ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണമാണ് ഷാഫിയിൽ നിന്നും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഉണ്ടായത്. ഏറ്റവും പ്രധാനപ്പെട്ടത് തനിക്ക് താൻ നൽകിയത് സംഘടനാ പിന്തുണ മാത്രമാണ്, സംഘടനാ സംബന്ധമായ പിന്തുണ മാത്രമാണ്, ഒരു നേതാവ് എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ വളർന്നു വരാനുള്ള പിന്തുണ മാത്രമാണ് നൽകിയത്, പക്ഷേ വ്യക്തിപരമായ പിന്തുണയല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയത് എന്ന് പറഞ്ഞൊഴിയുന്ന ഷാഫി പറമ്പിലിനെ കണ്ടു. അപ്പോഴും ഷഹനാസിന്റെ വെളിപ്പെടുത്തലിൽ ഒരു പ്രതികരണം കൃത്യമായി നടത്തിയതുമില്ലല്ലോ. തീർച്ചയായും പ്രജിൻ, ഷഹനാസിന്റെ പരാതി ഷാഫി പറമ്പിലിനോട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തികളെക്കുറിച്ച് കൃത്യമായി തന്നെ ഷാഫി പറമ്പിലിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷാഫി അത് അവഗണിച്ചു. അതായിരുന്നു ഷഹനാസിന്റെ പ്രതികരണം. എന്നാൽ ഇതിനോട് കൃത്യമായി പ്രതികരിക്കാൻ ഷാഫി പറമ്പിൽ തയ്യാറായില്ല. ഈ സമയത്തൊന്നും ഇത്തരത്തിലുള്ള ഒരു ക്രിമിനൽ സ്വഭാവമുള്ള പരാതിയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഒന്നും തനിക്ക് ലഭിച്ചിട്ടില്ല. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് പേഴ്സണൽ, അതായത് വ്യക്തിപരമായ സൗഹൃദം രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നതല്ല, രാഷ്ട്രീയത്തിലൂടെ ഉണ്ടായ സൗഹൃദമാണ്, രാഷ്ട്രീയമായ ഒരു പിന്തുണയാണ് നൽകിയത്, അല്ലാതെ വ്യക്തിപരമായ പിന്തുണയല്ല രാഹുൽ മാങ്കൂട്ടത്തിന് നൽകിയതെന്നും ഷാഫി പറമ്പിൽ പറയുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടി പരാതി കിട്ടിയപ്പോൾ തന്നെ കൃത്യമായി നടപടിയെടുത്തു എന്ന് ഷാഫി പറയുന്നു. മറ്റേത് രാഷ്ട്രീയ പാർട്ടിയും സ്വീകരിക്കുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ തന്നെ കോൺഗ്രസ് പാർട്ടി ഇതിൽ പ്രതികരിച്ചു. വ്യക്തിപരമായി ആരിലേക്കും താൻ ചൂടിനിറങ്ങിയിട്ടില്ല, സംഘടനാ പ്രവർത്തനത്തിൽ മികവ് കാണിച്ചു. അതായത് ഇപ്പോൾ നിലവിൽ KSU ഉൾപ്പെടെയുള്ള ആളുകൾ, പുതിയ തലമുറ ഉയർന്നു വരുമ്പോൾ അവർക്ക് സംഘടനാപരമായി നൽകേണ്ട പരിഗണന അല്ലെങ്കിൽ അവർക്ക് നൽകേണ്ട സപ്പോർട്ട്, പിന്തുണ, അതാണ് ഞാൻ നൽകിയത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യക്തിപരമായ സൗഹൃദത്തെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ല എന്ന് ഷാഫി പറയുന്നു. അതായത് സംഘടനാ തലത്തിൽ വന്നതിന് ശേഷം ആണ് ഷാഫി പറമ്പിലിന് രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തത് എന്നാണ് പറയുന്നത്. അപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, അപ്പോഴും ഷാഫി മറുപടി നൽകേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇന്ന് രാവിലെ മുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് ഷഹനാസ് ഉന്നയിച്ച പരാതി.
കൃത്യമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇത്തരത്തിൽ പ്രസിഡന്റ് ആക്കരുത്, രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നത്, തനിക്ക് ഉൾപ്പെടെ മോശമായ സന്ദേശങ്ങൾ അയച്ചു എന്നതുൾപ്പെടെ ഷാഫി പറമ്പിലിനെ ഷഹനാസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം നമ്മൾ ചോദിച്ചപ്പോൾ അതിന് കൃത്യമായി മറുപടി നൽകിയില്ല. ഷാഫി പറഞ്ഞ ഒരു കാര്യം എന്നത് രാഹുലിനെ പരിചയപ്പെട്ട സമയത്ത് അല്ലെങ്കിൽ രാഹുലിനൊപ്പം പ്രവർത്തിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ക്രിമിനൽ സ്വഭാവമുള്ള പരാതി ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് താൻ ആരെയും ചൂടിനിറങ്ങാറില്ല എന്ന മറുപടിയാണ് ഷാഫി പറമ്പിൽ നൽകിയത്. ശരി, മിഥില ബാലനാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.